ഞങ്ങളിന്ന് ഒരു യാത്രയിലാണ്. വയനാടിൻ്റെ ഭൂമികയിലൂടെ കർണാടകയുടെ അതിർത്തി പ്രദേശവുമായിട്ടുള്ള കബനിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ യാദൃശ്ചികമായിട്ടാണ് എത്തിയതെങ്കിലും ഈ സ്ഥലം ഞങ്ങളെ വല്ലാതെ കണ്ട് ആകർഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ ആണ് വിചാരിക്കുന്നത്. സത്യത്തിൽ ഈ സ്ഥലം ഞങ്ങൾ ഈ കബനി എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ടൂറിസ്റ്റ് മാപ്പിലൊന്നും നോക്കിയപ്പോൾ ഒരു സ്ഥലത്തും അടയാളപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ കാറെടുത്ത് വെറുതെ ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ക്യാമ്പിങ് ഇന്ന് ഇവിടെ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ 3 ദിവസത്തെ ഒരു യാത്ര. അത് കബനി ടൈഗർ റിസർവ് ഉണ്ട്, വയനാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്, ഗ്രാമങ്ങളുണ്ട്. അതിലൂടെയുള്ള യാത്ര ഞങ്ങൾ നാളെ ആരംഭിക്കുകയാണ്. യാത്രയുടെ 2ാം ദിവസം ആരംഭിക്കുകയാണ്. കബനി റിസർവ് ഫോറസ്റ്റ് സഫാരിയോടെയാണ് ഇന്ന് യാത്ര തുടങ്ങുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കബനി സഫാരിയുടെ എൻട്രി പോയിന്റുകളിൽ ഒന്നായ കാക്കനംകോട്ട് ഗേറ്റിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റും കിട്ടി. ഇനി സഫാരി തുടങ്ങാൻ 1 മണിക്കൂർ കാത്തിരിക്കണം. ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് ഇന്നലെ കബനിയിലേക്കുള്ള യാത്രയിൽ പിന്നിട്ട ബാവലി ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്ന് കണ്ടുവരാം. കേരള കർണാടക അതിർത്തിയിലെ ഒരു കാർഷിക ഗ്രാമമാണ് ബാവലി. വനത്തിനുള്ളിൽ വയലുകൾ നിറഞ്ഞൊരു ഗ്രാമം വരച്ചു വെച്ചതുപോലെയാണ് ബാവലിയെ കണ്ടാൽ. അത്രയും മനോഹരമായ ഒരു സ്ഥലം. നെൽവയലിൽ പണിയെടുക്കുന്ന കർഷകരും വന്യജീവികളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാനുള്ള കാവൽമാടങ്ങളും ചെറിയ വീടുകളുമെല്ലാം നിറഞ്ഞ് ഇന്നത്തെ മലയാളികൾക്ക് നൊസ്റ്റാൾജിക്കായ ഒരു സ്ഥലം. ബാവലി കഴിയുന്നതോടെ പിന്നെ നാഗർഹോള വനമായി. ഭാഗ്യമുണ്ടെങ്കിൽ കബനി സഫാരിക്ക് മുമ്പ് തന്നെ വന്യജീവികളെ കാണാനുള്ള ഒരു അവസരമാണ്. ഞങ്ങൾക്കാവട്ടെ ഒരു ആനക്കൂട്ടത്തെ വരെ കാണാനായി. സമയം 6 മണി. അങ്ങനെ ഞങ്ങളുടെ കബനി സഫാരി തുടങ്ങുകയാണ്. നാഗർഹോള വനമേഖലയുടെ പ്രധാന ഭാഗമാണ് 840 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന കബനി. സഹ്യപർവ്വത വനമേഖലകളിൽ സഫാരികൾ ഏറെയുണ്ടെങ്കിലും കബനി സ്പെഷ്യലാണ്. ഉറപ്പായ ആനിമൽ സൈറ്റിംഗ് തന്നെയാണ് അതിൻ്റെ ഒരു കാരണമെങ്കിൽ പ്രധാന കാരണം മറ്റൊന്നാണ്. ഇന്ത്യൻ കാടുകളെ അടക്കി ഭരിക്കുന്ന കടുവകളെ അവരുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ കാണാൻ സാധിക്കുമെന്നതാണ് കബനിയെ സഫാരികളിലെ ഹീറോ ആക്കുന്നത്. സഫാരിയുടെ തുടക്കം മുതൽ തന്നെ 100 കണക്കിന് മാൻകുട്ടങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിലെത്തിയത്. മാൻ മാത്രമല്ല, മ്ലാവുകൾ അഥവാ കലമാൻ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളും അതിലുണ്ടായിരുന്നു. മാനുകളെപ്പോലെ മയിലുകളും നമുക്കിന്നൊരു സാധാരണ കാഴ്ചയാണ്. പക്ഷേ കബനിയിൽ പീലി വിടർത്തിയാടുന്ന ആൺമയിലുകളെയൊക്കെ വളരെ അടുത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാട്ടിലെ ഏകാന്ത സഞ്ചാരിയായ ചെങ്കീരിയാണിത്. ചെങ്കീരികൾ ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കീരി വിഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 400 മുതൽ 1600 അടി ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ചെങ്കീരികളെ കണ്ടുവരാറുള്ളത്. പിന്നീട് കണ്ടത് ചാരക്കാട്ടുകോഴികളെയായിരുന്നു. ഇന്ത്യയിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു കാട്ടുകോഴി വിഭാഗമാണിത്. കാട്ടുകോഴി പോയപ്പോൾ പിന്നെ കാട്ടുനായ വന്നു. ഈ കാണുന്നത് പോലെ പാവങ്ങളല്ല ഇവർ. വെറും 20 കിലോഗ്രാം തൂക്കം വെച്ചുകൊണ്ട് 1000 കിലോയിലധികം ഭാരമുള്ള കാട്ടുപോത്തിനെ വരെ വേട്ടയാടുന്ന സമർത്ഥന്മാരാണിവർ. കാട്ടുനായ്ക്കളോട് തോറ്റിട്ടാണെങ്കിലും ആന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സസ്യാഹാരം കഴിക്കുന്നവർ എന്ന റെക്കോർഡ് കാട്ടി അഥവാ കാട്ടുപോത്തിനുള്ളതാണ്. സഫാരിയിൽ ഇങ്ങനെ ഓരോ മൃഗങ്ങളെയും കണ്ട് ത്രില്ലടിച്ചിരിക്കുമ്പോഴാണ് വ്യത്യസ്തമായൊരു കാഴ്ച കണ്ടത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പൊളിഞ്ഞു തുടങ്ങിയിട്ടുള്ള കുറേ ക്ഷേത്രങ്ങൾ. അന്വേഷിച്ചപ്പോൾ കബനിയുടെ ചരിത്രമാണ് മുന്നിലേക്ക് വന്നത്.
പണ്ട് മൈസൂർ ഭരിച്ചിരുന്ന വോഡയാർ രാജാക്കന്മാരുടെ നായാട്ട് സ്ഥലമായിരുന്നത്രേ കബനി. അന്ന് അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണത്രേ ഇവയെല്ലാം. ഇന്ന് പക്ഷേ ഈ സ്ഥലം അറിയപ്പെടുന്നത് ടെമ്പിൾ ലേഡി എന്ന കടുവയുടെ ആവാസ സ്ഥലമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ എത്ര കാത്തു നിന്നിട്ടും അവളെ കാണാൻ കഴിഞ്ഞില്ല. കടുവയ്ക്ക് പകരം ഇവിടെ ഉണ്ടായിരുന്നത് ഒരു പന്നിയാണ്. പേടിയില്ലാതെ അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലറിയാം ഈ ഭാഗത്തൊന്നും കടുവയില്ലെന്ന്. മറ്റേത് മൃഗങ്ങളെ കണ്ടാലും ആനകളെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. ഇന്ത്യ അടക്കം ഏതാണ്ട് 12ഓളം ഏഷ്യൻ രാജ്യങ്ങളിലായി 35,000-ഓളം ആനകളുണ്ടെന്നാണ് കണക്ക്. അതിൽ 25,000-ത്തിലധികം എണ്ണം ഇന്ത്യയിലാണ്. അതിൽ തന്നെ 5,000 എണ്ണം നമ്മുടെ കേരളത്തിലും. ഇതിനിടയിൽ ഒരു അമ്മയാന തൻ്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ ബസ്സിനെ മുറിച്ചു കടന്നു പോയത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. ഞങ്ങളുടെ സഫാരി ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. എന്നാൽ ഇതുവരെയും പ്രധാന ലക്ഷ്യമായ കടുവയെ കണ്ടിട്ടില്ല. കടുവയെ കാണാനിടയുള്ള പലയിടങ്ങളിലും ഞങ്ങൾ വണ്ടി നിർത്തി കാത്തു നിന്നെങ്കിലും ഫലമുണ്ടായില്ല. ചെറിയ നിരാശ ഞങ്ങളിലെല്ലാവരിലും വന്നു. കബനിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഏതാണ്ട് 90-ലധികം കടുവകളുണ്ട് എന്നാണ് കണക്ക്. എന്നിട്ടും ഞങ്ങൾക്കൊരൊറ്റ കടുവയെപ്പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതോടെ അടുത്തൊരു സഫാരി കൂടി പരീക്ഷിക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചു. രണ്ടാമത്തെ സഫാരിയിൽ കടുവ ഞങ്ങളെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. ബസ്സിൻ്റെ തൊട്ടടുത്ത് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു കിടക്കുകയാണ് ആശാൻ. ഞങ്ങളെല്ലാവരും ശബ്ദമുണ്ടാക്കാതെ കാത്തിരുന്നു. അല്പനേരം കഴിഞ്ഞതോടെ അവൻ എഴുന്നേറ്റ് ഒന്ന് മൂടി നിവർന്ന് മുന്നോട്ടൊരു നടത്തം വെച്ചു കൊടുത്തു. ഞങ്ങളുടെ ബസ്സാവട്ടെ അവന് സമാന്തരമായിട്ട് പുറകോട്ടെടുക്കാൻ തുടങ്ങി. ഞങ്ങൾ മനുഷ്യരൊന്നും മൈൻഡ് ചെയ്യാത്ത നീണ്ട ഒരു നടത്തമായിരുന്നത്. ഞങ്ങൾ ഈ കാണുന്നത് ഇന്ത്യൻ കാടുകളിലെ ഏറ്റവും ശക്തനായ വന്യജീവിയാണ്. നടത്തത്തിനിടയിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്നിരിക്കും, പിന്നീട് വീണ്ടും നടത്തം. കുറേ നേരം ഞങ്ങൾക്ക് സമാന്തരമായിട്ട് നടന്ന് അവസാനം റോഡ് മുറിച്ചു കടന്നു. ഞങ്ങളുടെ നിർഭാഗ്യത്തിന് ഞങ്ങളുടെ മുന്നിൽ ഒരു ജീപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് മുറിച്ചു കടക്കുന്ന ഷോട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത്രയും നന്നായി കബനിയിൽ കടുവയെ കാണുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നി. രണ്ട് സഫാരികൾക്കിടയിലെ പകൽ കബനിയിലെ കാർഷിക ഗ്രാമങ്ങൾക്കിടയിൽ ഞങ്ങൾ ചിലവഴിച്ചു. മഴക്കാലത്തേക്കായി കബനിയിലെ മണ്ണും മനുഷ്യരും ഒരുങ്ങുകയാണ്. തിരക്ക് പിടിച്ച ജീവിതമെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ ഈ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചാലോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകുന്നു. വൈകുന്നേരം 6 മണിയോടെ ഇനിയും വരുമെന്ന് മനസ്സിലുറപ്പിച്ച് ഞങ്ങൾ കബനിയോട് വിട ചൊല്ലി.